അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പ്രേക്ഷകരെ, ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് നാം എല്ലാവരും നിസ്സാരമായി കാണുന്ന ഒരു സൂറത്തിനെ കുറിച്ചാണ്. വളരെ നിസ്സാരമായി ഓതി തള്ളി കളയേണ്ട ഒന്നല്ല ഈ സൂറത്ത് എന്ന് എല്ലാവരും മനസ്സിലാക്കുക. നമ്മൾ പലപ്പോഴും ഇശാ നിസ്കാരത്തിലൊക്കെ സൂറത്തുൽ ദുഹാക്ക് ശേഷം പാരായണം ചെയ്യുന്ന ഒരു സൂറത്ത് കേട്ടിട്ടുണ്ടാവും. ആ സൂറത്തിൻ്റെ തുടക്കം നമുക്കെല്ലാവർക്കും അറിയാം. അലം നശ്റഹ് ലക സദ്റക് വവളഅന അൻക വിസ്റക അല്ലദീ അൻഖള ളഹ്റക വറഫഅന ലക ദിക്റക فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب. ഈ സൂറത്ത് എല്ലാ 5 വഖത്ത് നിസ്കാരത്തിൻ്റെ ശേഷവും നാം പാരായണം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നാം അറിയാത്ത വഴികളിലൂടെ നമുക്ക് അള്ളാഹു റിസ്ക് എത്തിക്കും എന്നാണ്. റിസ്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെറും ഭക്ഷണം മാത്രമല്ല. നമ്മൾ സാമ്പത്തികപരമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണെങ്കിൽ ആ ബുദ്ധിമുട്ടെല്ലാം ഈ സൂറത്ത് നിത്യവും ഇങ്ങനെ പാരായണം ചെയ്യുന്നതിലൂടെ നമുക്ക് സാധ്യമാകും എന്നുള്ളതാണ്. നമുക്ക് സാമ്പത്തികപരമായ ക്ലേശതകൾ, വിഷമങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളെല്ലാവരും ഈ സൂറത്ത് പതിവാക്കുക. എങ്ങനെ പതിവാക്കുക? എല്ലാ നിസ്കാരത്തിൻ്റെ ശേഷവും നിങ്ങൾ ഈ സൂറത്ത് പാരായണം ചെയ്യുക. സൂറത്ത് ഞാൻ ഈ വീഡിയോയിൽ നേരത്തെ പാരായണം ചെയ്ത് നിങ്ങൾ കേട്ടതാണ്. ഒന്നുകൂടി ആ സൂറത്ത് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പാരായണം ചെയ്യാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം നശ്റഹ് ലക സദ്റക വവളഅനാ അൻക വിസ്റക അല്ലദീ അൻഖള ളഹ്റക ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب. ഈ സൂറത്ത് എല്ലാവരും പതിവാക്കുക. എല്ലാ നമസ്കാരത്തിന് ശേഷവും ഈ സൂറത്ത് ഒരു തവണ എങ്കിലും പാരായണം ചെയ്യുക. തീർച്ചയായും നമുക്ക് ഖുർആൻ ഓതിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് കിട്ടാതിരിക്കില്ല. തീർച്ചയായും ഈ ഇഹലോകത്ത് നമ്മൾ പരാജയപ്പെട്ടാലും പരലോകത്ത് തീർച്ചയായും നാം വിജയികളിൽ ഉൾപ്പെടും. യാതൊരു സംശയവും വേണ്ട. നമുക്ക് ശുപാർശകരായി ഖുർആൻ നാളെ നമ്മുടെ ഖബറിൽ വരും. അപ്പം അതുകൊണ്ട് തന്നെ ഇഹലോകത്ത് ഒരു പ്രതിഫലവും കിട്ടിയില്ലല്ലോ എന്ന് കരുതി ആരും ബേജാറാവേണ്ടതില്ല. ഈ സൂറത്ത് നിങ്ങളെല്ലാവരും പതിവാക്കുക. പതിവാക്കിയാൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കാണുന്നതാണ്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഈ സൂറത്തിൻ്റെ പവർ. അപ്പോൾ എന്തുകൊണ്ടും ഈ സൂറത്ത് എല്ലാവരും എല്ലാ നമസ്കാര ശേഷവും പതിവാക്കുക. നമുക്ക് അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും റിസ്കിൽ വിശാലത ചെയ്യട്ടെ. സാമ്പത്തികപരമായി ക്ലേശം അനുഭവിക്കുന്ന എല്ലാവർക്കും അള്ളാഹു അനുയോജ്യമായ രീതിയിൽ സമ്പത്തിനെ എത്തിക്കട്ടെ. സമ്പത്ത് കൂടിയാലും പ്രശ്നമാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ചിലപ്പോൾ പടച്ച തമ്പുരാൻ നമുക്ക് സമ്പത്ത് തരാത്തതിൻ്റെ ഒരു കാരണം നമ്മൾ തെറ്റുകാരായി പോകുമോ എന്ന് കരുതിക്കൊണ്ടായിരിക്കും. എന്തു തന്നെയായാലും നമ്മുടെ നിത്യചെലവിനും അതുപോലെ തന്നെ നമ്മുടെ അത്യാവശ്യങ്ങൾക്കും വേണ്ടിയുള്ള സമ്പത്ത് പടച്ചവൻ നമുക്കെല്ലാവർക്കും എത്തിക്കട്ടെ. ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.